ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 300% വർധനവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 550 വാഹനങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ 1500 ഇലക്ട്രിക് വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കസ്റ്റംസ് നികുതിയിൽ നിന്ന് 100% ഇളവ്, റോയൽ ഒമാൻ പോലീസിനെ ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കൽ, വാഹനങ്ങൾക്കും സ്പെയർ പാർട്സിനും 0% മൂല്യവർദ്ധിത നികുതി എന്നിങ്ങനെയാണ് ആനുകൂല്യങ്ങൾ. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ടെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാഖി പറഞ്ഞു. ഒമാനിലെ സുസ്ഥിര വികസന അജണ്ടയിൽ ഗ്രീൻ മൊബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് കഴിഞ്ഞ വർഷം 120-ലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചു. ഈ വർഷാവസാനത്തോടെ ഇത് 200-ലധികം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2050ഓടെ കാർബൺ ബഹിർഗമനം 0-ലെത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഒമാൻ. ഇതിന്റെ ഭാഗമായാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുന്നത്. ഗതാഗത മേഖലയിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കാൻ ഒമാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന് യോജിച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുൽത്താനേറ്റിലെ മൊത്തം ഹരിതഗൃഹ വാഹനങ്ങളുടെ പുറന്തള്ളലിൽ 18% ഗതാഗത മേഖലയിൽ നിന്നാണ്. മീഡിയ 1 മസ്കത്ത്.